ജർമ്മൻ ഭാഷ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ നമസ്കാരം. ജർമ്മൻ ഭാഷാ പഠനം മലയാളത്തിൽ അഥവാ ലേണിംഗ് ജർമ്മൻ ഇൻ മലയാളം എന്ന ശ്ലോകവുമായി നിങ്ങൾ മുമ്പിലെത്തിയിരിക്കുന്നു ഹലോ ടു ഗുരു എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ജോജോ. ഈ വീഡിയോയിൽ ആദ്യമായി ബുchstabieren അഥവാ ജർമ്മൻ ഭാഷയിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര് ഓരോ അക്ഷരങ്ങളായി എങ്ങനെ വിശദീകരിക്കാം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആദ്യമായി അക്ഷരങ്ങളെ ഏത് വാക്കിനാൽ സാമ്യപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. A für Anton, Anton. B für Bertha, Bertha. C für Cäsar, Cäsar. D für Dora, Dora. E für Emil, Emil. F für Friedrich, Friedrich. G für Gustav, Gustav. H für Heinrich, Heinrich. I für Ida, Ida. J für Julius, Julius. K für Kaufmann, Kaufmann. L für Ludwig, Ludwig. M für Martha, Martha. N für Nordpol, Nordpol. O für Otto, Otto. P für Paula, Paula. Q für Quelle, Quelle. R für Richard, Richard. S für Samuel, Samuel. T für Theodor, Theodor. U für Ulrich, Ulrich. V für Victor, Victor. W für Wilhelm, Wilhelm. X für Xantippe, Xantippe. Y für Y, Y. Z für Zeppelin, Zeppelin. അടുത്തതായി umlaut, umlaut, umlaut. O umlaut, O umlaut, umlaut. U umlaut, U umlaut, umlaut. Asset, asset, asset. അടുത്തതായി ഒരു ജർമ്മൻകാരൻ നിങ്ങളോട് പേര് ചോദിച്ചു എന്നിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞു, പക്ഷേ അത് ജർമ്മൻകാരന് മനസ്സിലായില്ല. ഈ അവസരത്തിൽ എങ്ങനെ നിങ്ങളുടെ പേര് വളരെ എളുപ്പത്തിൽ ആ ജർമ്മൻകാരനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ തോമസ് ബൗവർ എന്ന പേര് എങ്ങനെ വിശദീകരിക്കാം എന്ന് നമുക്ക് നോക്കാം. തോമസ്, Buchstabieren, Thomas.
T für Theodor. H für Heinrich. O für Otto. M für Martha. A für Anton. S für Samuel. Buchstabieren. Bauer. B für Bertha. A für Anton. U für Ulrich. E für Emil. R für Richard. എല്ലാ സാമ്യമായ വാക്കുകളും നമുക്ക് ഒന്നുകൂടി നോക്കാം. അന്റോൺ, ബെർട്ട, സേസർ, ഡോറ, എമേൽ, ഫ്രീഡ്രിഷ്, ഗുസ്റ്റഫ്, ഹൈൻറിഷ്, ഈഡ, യൂലിയോസ്, കൗഫ്മൻ, ലുഡ്വിഗ്, മാർട്ട, നോർട്ട്പോൾ, ഒട്ടോ, പൗല, ക്വെലെ, റിഷാർഡ്, സാമുവേൽ, തിയോഡോർ, ഉൾറിഷ്, വിക്ടോർ, വിലെം, Xantippe, Y, Zeppelin, A Umlaut, O Umlaut, U Umlaut, etc. ദയവായി നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടുകാരുടെയും പേരുകൾ ഈ സാമ്യമായ വാക്കുകൾ ഉപയോഗിച്ച് എഴുതുവാനും പറയുവാനും പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.